ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി ഓപ്പറേഷൻസ് നോക്കാം ജാവാസ്ക്രിപ്റ്റിലെ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കണം. ചെയ്ത് നോക്കിയാലേ പോയി ചെയ്ത് നോക്കാം, കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അപ്പോൾ നമുക്കിനി ഓപ്പറേഷൻസിന് വേണ്ടി വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഓപ്പറേഷൻസ് തന്നെ ഫയൽ നെയിം കൊടുക്കാം, ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ .js എൻ്റർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ അതെങ്ങനെ നമുക്ക് കോഡി ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെ ഒരു കൺസോൾ ലോഗില് ആദ്യം തന്നെ 5+3 എന്ന് കൊടുത്ത് റൺ ചെയ്യണം. ഓക്കെ, 8 കിട്ടി, ഒരു പ്രശ്നമില്ല, 8 കിട്ടി. അതുപോലെ തന്നെ മൈനസ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ 2 കിട്ടി. നമുക്കിനി എന്താ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, എല്ലാം ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി എന്താ ഒരു വേരിയബിളൊക്കെ ഡിക്ലെയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ആദ്യത്തെ ഒരു നമ്പർ 1 ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഒരു 10 എന്ന് കൊടുക്കണം. പിന്നെ ഒരു നമ്പർ 2 എന്നുള്ള വേരിയബിളിൽ ഒരു 20 കൊടുക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ വേറൊരു പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിൽ അതിൻ്റെ പേര് സം എന്നാണ്. ഓക്കെ, അതായത് സം എന്നുള്ള വേരിയബിളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ 1ഉം നമ്പർ 2 കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് അതെന്ത് ചെയ്യാം, സമ്മിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സമ്മിലേക്ക് വെക്കാം. ഈ ഇതിൽ ആഡ് ചെയ്തിട്ട് ആ സം എന്നുള്ള വേരിയബിളിലേക്ക് വെക്കാം. അപ്പോൾ ഈ നമ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ 10 കൊടുത്തു, ഇത് 20 എന്നാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് സമ്മിൽ 30 എന്നുള്ള വാല്യൂ ആണ് വരേണ്ടത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, നമ്പർ 1 പ്ലസ് കൊണ്ട് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. ലോഗ് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നത് സം 5 നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 30 ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സബ്ട്രാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, -20 ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് സൈൻ വരുന്നു. ഓക്കെ, നമുക്ക് മൈനസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഡിഫറൻസ് ആണ്. അപ്പോൾ അതിൻ്റെ വേരിയബിൾ മാറ്റാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഈ പ്രൊഡക്റ്റ് കാണണമെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് കൊടുത്ത് ഓക്കെ, ഇപ്പോൾ വന്നുണ്ടോ, അതായത് നമ്മൾ സമ്മ് തന്നെയാണ് ഇവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ അങ്ങനെ സം ഇസ് നോട്ട് ഡിഫൈൻഡ്, അതായത് സം എന്നുള്ള ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടും കൂടി ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. ഓക്കെ, ഇവിടെ 200 കിട്ടി, 10 × 20. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു ഓപ്പറേഷൻ ഉള്ളതാണ് മോഡ്. അതായത് ഈ നമ്മുടെ പേഴ്സൻറ്റേജ് സിമ്പിൾ മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്ക് മോഡ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാം. മോഡ് പ്രിന്റ് ചെയ്തു, 10 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ 1 10ഉം 20ഉം 100 എടുത്തപ്പോൾ ഓക്കെ, അപ്പോൾ 10 എങ്ങനെ കിട്ടി നമുക്ക് നോക്കാം. അപ്പോൾ അതായത് മോഡ് എന്ന് പറയുന്ന റിമൈൻഡർ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തത് 10/20. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ലോജിക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 0 എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ആൻസർ 0 എന്നുള്ളതാണ് നമ്മൾ പ്രോഗ്രാമിംഗ്
നോക്കുമ്പോ അതിലിത് 1.5 ആണ്, 0.5 ആണ് കിട്ടെങ്കിലും നമ്മൾ അതിനെ എന്താ റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ അതായത് ഇന്റീജർ ആക്കി കഴിയുമ്പോൾ സീറോ ആണല്ലോ. നമ്മൾ ഡെസിമൽ നമ്പർ കളഞ്ഞുമ്പോൾ സീറോ ആണ് കിട്ടുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ റിമൈൻഡർ എന്നുള്ളത് നമുക്ക് കിട്ടുക 10 ആണ്. അതായത് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ എത്രയാണ് റിമൈൻഡർ, കാരണം ആ റിമൈൻഡർ, അതായത് ഇവിടെ നമ്മൾ 10 ÷ 20 ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ എത്രയാണോ അതാണ് മോഡിൽ വരാം. അതായത് അതാണ് ഈ പെർസെൻറ്റേജ് സിമ്പിളോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ റിമൈൻഡർ പ്രിന്റ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ തിരിച്ചും ചെയ്തോ, അതായത് നമ്പർ 2 മോഡ് നമ്പർ 1. ഓക്കെ, അപ്പൊ ഇതിന്റെ റിസൾട്ട് നമുക്ക് പഠിക്കുക. അതായത് ഇവിടെ 20, ഇവിടെ 1, അതായത് 20 ÷ 10. 20 ÷ 10 നമുക്കറിയാം അതിന്റെ ആൻസർ എന്താ പറയാ, അതിന് റിമൈൻഡർ ഇല്ല നമുക്കറിയാം. അതായത് ഇതിന്റെ ഒരു ആൻസർ 2 ആണല്ലോ. ഇതിന്റെ ആൻസർ 2 ആയതുകൊണ്ട് ഇതിന് റിമൈൻഡർ ഇല്ല. അതായത് റിമൈൻഡർ ഇല്ലാണ്ട് നമുക്കൊന്ന് സ്ഥിതി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ട റിമൈൻഡർ 0 ആയതുകൊണ്ട് റിമൈൻഡർ 0, മോഡ് 0 ആയിട്ട് കിട്ടി. എനിക്ക് ഇനി വേറെ നമ്പേഴ്സ് വെച്ച് നോക്കും. 2, 5 എന്ത് ചെയ്യുന്നു, 1, 2. അതായത് 2 മോഡ് 5 എത്രയാ നോക്കാം. ഇത് മിക്കതും 2 തന്നെ വരാം, കാരണം നമ്മൾ 2ല് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 തന്നെ വരാം. 0.something വരും. 0 വരുമ്പോൾ അതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. പിന്നെ ഡിവൈഡ് ആവുന്നില്ലല്ലോ. 2. ഓക്കെ, നമ്മൾ തിരിച്ച് ചെയ്യുകയാണെങ്കിൽ 5 മോഡ് 2 എത്രയായിരിക്കും, 1 ആണ്. ഓക്കെ, അതിന് കിട്ടി. അതായത് 5 ÷ 2 എന്ന് പറയുമ്പോൾ എത്രയാ, 5ല് 2 പ്രാവശ്യം പോകും. ബാക്കി റിമൈൻഡർ എത്രയാ, 2 × 2 4. പിന്നെ വന്നത് റിമൈൻഡർ വന്നത് 1 ആണ്. അപ്പോൾ ആ 1 ആണ് നമുക്കിവിടെ ആൻസർ കിട്ടിയത്. മനസ്സിലായില്ലേ? അതായത് 2 × 2 4 ആണ്. അപ്പോൾ ബാക്കി 5 ആയതുകൊണ്ട് റിമൈൻഡർ 1. ആ 1 ആണ് നമുക്ക് ഇവിടെ ഇത്രയായിട്ട് കിട്ടിയത്. അതായത് ജസ്റ്റ് മനസ്സിലാക്കുക, മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നമ്പർ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ കിട്ടാനുള്ള ഒരു ഓപ്പറേറ്റർ എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെയുള്ള ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നതാണ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അതായത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. അതായത് നമ്പർ 1 നമുക്ക് പ്രിന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 കിട്ടി, നമ്പർ 1 2. ഈ നമ്പർ 1 കഴിഞ്ഞിട്ട് 2 പ്ലസ് സിമ്പിൾ ആഡ് ചെയ്തു. ഓക്കെ, 2 പ്ലസ് സിമ്പിൾ ആഡ് ചെയ്തു. എന്ത് സംഭവിക്കും, ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഒപ്പം 1 ആഡ് ആവും. അതായത് ഇപ്പൊ നമ്പർ 1 പ്രിന്റ് ചെയ്യുമ്പോൾ 3 വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രീ ഇൻക്രിമെന്റ് അല്ല, പോസ്റ്റ് ഇൻക്രിമെന്റ്, പ്രീ ഇൻക്രിമെന്റ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ലൂപ്പിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുക. അപ്പൊ നമ്മളിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ വാല്യൂ, ഞാൻ പറഞ്ഞ കൂടുതൽ കൺഫ്യൂഷൻ ആയിട്ടില്ല, നമ്മൾ ലൂപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോ ഇൻക്രിമെന്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 2 പ്ലസ് സിമ്പിൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ 3 ആവും. ഓക്കെ, ആദ്യം ഇട്ട് കഴിഞ്ഞാലാണ് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ ഇടുന്നത് യൂസ് ചെയ്യുന്നത് ലൂപ്പിലൊക്കെ വരും. അതായത് ഒരു പ്രാവശ്യം ഈ പ്രോഗ്രാം വർക്ക് ചെയ്ത് വീണ്ടും റൺ ചെയ്യുമ്പോഴാണ് ഇതിന്റെ വാല്യൂ മാറുള്ളൂ. അത് അപ്പുറത്തെ 2 പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരും. ഓക്കെ, പിന്നെ ഇവിടെ ഇതുപോലെ 2 മൈനസ് ഇട്ട് കഴിഞ്ഞാൽ 2 എന്നുള്ളത് 1 ആയി. അത്രേ ഉള്ളൂ. ഇത് അറിഞ്ഞിരുന്നാൽ മതി. കൂടുതൽ നമുക്ക് ഈ എന്താ പറയാ, പ്രൊജക്റ്റും അല്ലെങ്കിൽ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും.
ഓക്കെ, അപ്പൊ ഇത്ര ഓപ്പറേറ്ററൈസ് ആണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലുള്ളത്. അതായത് അഡീഷൻ, പിന്നെ കമന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ രണ്ട് ബാക്ക് സ്ലാഷ് ഉപയോഗിക്കാൻ ടൈപ്പ് ചെയ്താലും അത് നമ്മുടെ പ്രോഗ്രാമിൽ വരില്ല. അതായത് ഇപ്പൊ നമ്മൾ റൺ ചെയ്താൽ എറർ ഒന്നുമില്ല. അതേസമയം ഇപ്പൊ നമ്മൾ ബാക്ക് സ്ലാഷ് ഇല്ലാണ്ട് റൺ ചെയ്താലും അവിടെ എററായി, പ്രശ്നമായി. അപ്പൊ നമ്മളിത് ബാക്ക് സ്ലാഷ് യൂസ് ചെയ്ത് നമുക്ക് കമന്റ് ചെയ്യാം. നമുക്ക് അഡീഷൻ ഉണ്ട്, അഡീഷൻ പറഞ്ഞു, സബ്ട്രാക്ഷൻ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ മോഡ്, പിന്നെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യണ സംഭവം. ഇൻക്രിമെന്റും ഇൻക്രിമെന്റ് എന്ന് പറയാം. അതായത് ഈ ഇത് ഡിക്രിമെന്റ് ചെയ്യും, അത് ഇൻക്രിമെന്റ് ചെയ്യും. അതായത് ഒരു വാല്യൂ വെച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യും. അപ്പോൾ അത്രയുള്ള ഓപ്പറേഷൻസ് എന്ന് പറയാനായിട്ട്. പോയി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം. ഓക്കെ.